തിരുവനന്തപുരത്ത് വയോധികയ്ക്ക് അമീബിക് മസ്തിഷ്ക ജ്വരബാധ സ്ഥിരീകരിച്ചു. പോത്തൻകോട് വാവറ അമ്പലം സ്വദേശിയായ 79-കാരിക്കാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായുള്ളത്. രാഹുൽ, ഈ വയോധികയ്ക്ക് എവിടെ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വരാനിടയായത് എന്നുള്ളതിൽ വ്യക്തതയുണ്ടോ? സാധാരണ നിലയിൽ ആ പ്രായത്തിലുള്ള ആളുകൾ കുളത്തിലിറങ്ങി കുളിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആശങ്ക അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യവും. അതായത് എവിടെ നിന്നാണ് 79-കാരിക്ക് ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടായത്? കാരണം മുൻപ് പല കേസുകൾ എടുക്കുമ്പോഴും ഈ ഉറവിടവുമായി ബന്ധപ്പെട്ട സംശയം വളരെയധികം ഉയർന്നു നിന്നിരുന്നു. കാരണം ഇവരാരും കുളത്തിൽ കുളിച്ചിട്ടില്ല, സമീപത്തെ കുളത്തിൽ പോയിട്ടില്ല, വീട്ടിലെ കിണറ്റിലെ വെള്ളം മാത്രമാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ കിണറ്റിൽ ഇത് ഉണ്ടാകുമോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും സമാനമായ സ്ഥിതിയാണ്. ഈ 79-കാരിക്ക് 10 ദിവസം മുൻപാണ് പനി ഉണ്ടാകുന്നത്. പനി ഉണ്ടാകുമ്പോൾ അനുബന്ധമായി ശരീരത്തിൽ നീര് ബാധിക്കുകയും വൃക്കകൾക്കുൾപ്പെടെ തകരാറ് സംഭവിച്ചിരുന്നു. അങ്ങനെ നടത്തിയ രക്തപരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് തന്നെ ആരോഗ്യവകുപ്പ് ഈ വയോധിക താമസിച്ചിരുന്ന വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം പരിശോധനയ്ക്ക് എടുക്കുന്നുണ്ട്. എന്തായാലും ഉറവിടം കണ്ടെത്താത്തതിൽ ആശങ്ക വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കണക്കുകളും ആശങ്കപ്പെടുത്തുന്നതാണ്. കഴിഞ്ഞ ദിവസം 7 പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടായത്. അതിൽ ഒക്ടോബർ മാസം മാത്രം 39 പേർക്ക് രോഗമുണ്ടായിട്ടുണ്ട്. അതിൽ 4 പേർ മരണത്തിന് കീഴടങ്ങി. ഈ വർഷം ഇതുവരെ 25 പേരാണ് ഈ രോഗബാധയെ തുടർന്ന് മരണപ്പെട്ടത്. അഭിലാഷ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് രാഹുൽ വിശദീകരിച്ചത്.